എല്ലാവർക്കും നമസ്കാരം. ഇവർക്കും മിലു കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ലെമൺ ചിക്കൻ ആണ്. ഇത് ചിക്കൻ്റെ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് പ്രത്യേകിച്ച് സ്റ്റാർട്ടേഴ്സ് ആയിട്ടൊക്കെ പാർട്ടിക്കൊക്കെ പ്രസൻറ്റ് ചെയ്യാൻ വളരെ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ എൻ്റെ തൊട്ട് സൈഡിലുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്താൽ ഞങ്ങളുടെ ഇടുന്ന അപ്ഡേറ്റ്സിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യമേ നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 ടീസ്പൂൺ നാരങ്ങാ നീര്, ആവശ്യത്തിന് ഉപ്പ്. ഇത് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള ചിക്കൻ വേണേലും എടുക്കാം. എല്ലോട് കൂടിയുള്ളത് വേണേലും നമുക്കിത് ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. മസാലയെല്ലാം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കണം. നമുക്ക് ചിക്കൻ വറക്കുന്നതിനായിട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ചിക്കന് ഓരോന്നായിട്ട് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാനുള്ളതാണ്. കുറച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ്റെ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെറിയ തീയിലിട്ട് വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. ചിക്കൻ നമ്മൾ നന്നായിട്ട് ഫ്രൈ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ആ എണ്ണ നമുക്ക് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാനിവിടെ ഒരു 4 വലിയ പച്ചമുളക് നടുവേ കീറിയിട്ടിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, ഇതൊന്ന് വാടിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ 1 സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് നമ്മൾ ഓൾറെഡി ചിക്കനിലിട്ട് വറുത്താണ്. അതനുസരിച്ച് വേണം നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് ഞാൻ 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതി അരിഞ്ഞത് ചേർത്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ കുരുമുളക് ചതച്ചത്, 1 ടീസ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കണം, 1 ടീസ്പൂൺ ചില്ലി സോസ്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസുകൾ ഇട്ട് കൊടുക്കാം. കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ലെമണിൻ്റെ പകുതി ചെറുതായിട്ട് ഈ ഒരു രീതിയിൽ അരിഞ്ഞത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ലെമണിൻ്റെ ഫ്ലേവറൊക്കെ ഇങ്ങനെ ഈ ചിക്കനെ പിടിക്കത്തക്കോണം നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ലെമൺ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും ഇത് അടിപൊളിയാണ്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കാൻ പ്രത്യേകിച്ച് മറക്കരുത്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത്. അപ്പോൾ അടുത്തൊരു ടേസ്റ്റി റെസിപ്പിയായി വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.